നിലവിലെ ചാമ്പ്യന്മാരായ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് IPLന്റെ പ്ലേ ഓഫ് കാണാതെ പുറത്തായിരിക്കുന്നു. മഴ കാരണം ബംഗളൂരുമായുള്ള മത്സരം ഉപേക്ഷിച്ചതോടെയാണ് കൊൽക്കത്ത പുറത്തായത്. AP സജിഷ സ്പോർട്സ് ഡെസ്കിൽ നിന്നും ചേരുന്നുണ്ട്. സജിഷ, ഇന്ത്യ പാക് സംഘർഷത്തിന് ശേഷം പുനരാരംഭിക്കാനിരിക്കുകയായിരുന്നു ഇന്ന് മത്സരം. വലിയ പ്രതീക്ഷയോട് കൂടിയായിരുന്നു ഈ പുനരാരംഭിക്കാനുള്ള മത്സരങ്ങളൊക്കെ. കാരണം നിലവിലെ ചാമ്പ്യന്മാരാണ്. ഒരുപക്ഷെ ചാമ്പ്യൻ പട്ടം അടുത്തത് സാധ്യത കൽപ്പിക്കുന്ന RCBയുമായിട്ട് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഏറ്റുമുട്ടാനിരിക്കുമ്പോൾ അത്തരത്തിൽ ഒരു ആളുകൾ കാണാൻ ഇഷ്ടപ്പെട്ട ഒരു മത്സരം കൂടിയായിരുന്നു ഇന്നത്തെ മത്സരം. അത് മഴ മൂലം ഉപേക്ഷിക്കേണ്ടി വന്നു. മറ്റു കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണ്? വിനിഷ പറഞ്ഞതുപോലെ തന്നെ ചാമ്പ്യന്മാർ നിരാശരായി മടങ്ങിയിരിക്കുകയാണ്. കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് IPL നിന്ന് പ്ലേ ഓഫ് കാണാതെ പുറത്തായിരിക്കുകയാണ്. IPL നിന്ന് ഇപ്പോൾ ഈ IPL സീസണിൽ പ്ലേ ഓഫ് കാണാതെ പുറത്താകുന്ന 4ാമത്തെ ടീമായിട്ട് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് മാറിയിരിക്കുകയാണ്. ഇന്നത്തെ മത്സരം, അതായത് ഇന്ത്യ പാക് സംഘർഷത്തെ തുടർന്ന് മത്സരം പുനരാരംഭിച്ചെങ്കിലും ഇന്നാണ് പുനരാരംഭിക്കേണ്ടതെങ്കിലും പക്ഷേ ഒറ്റ പന്ത് പോലും എറിയാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. കാരണം മഴ, ബാംഗ്ലൂർ ചിന്നസ്വാമി സ്റ്റേഡിയത്തിലെ മഴ മത്സരത്തിന് വില്ലനായി മാറുകയാണ്. ഇന്നത്തെ മത്സരത്തിൽ ഒരു നിർണായക മത്സരം തന്നെയായിരുന്നു കൊൽക്കത്തയ്ക്ക് ഉണ്ടായിരുന്നത്. കാരണം ഇന്ന് ജയിക്കണമായിരുന്നു, ജയം അനിവാര്യമായിരുന്നു. RCBക്ക് ജയിക്കുകയാണെങ്കിൽ ഇന്ന് പ്ലേ ഓഫിലേക്ക് കടക്കുന്ന ആദ്യത്തെ ടീമായി മാറുകയായിരുന്നു. പക്ഷേ RCB സമനില പാലിച്ച് 17 പോയിന്റുമായിട്ട് ഇപ്പോൾ ടോപ്പ് നിരയിലേക്ക് എത്തിയിരിക്കുകയാണ് പോയിന്റ് ടേബിളിൽ. പക്ഷേ കൊൽക്കത്ത ഇനി ഇപ്പം ഒരു മത്സരം മാത്രമേ കൊൽക്കത്തയ്ക്ക് ബാക്കിയുള്ളൂ. അതാണ് ഏറ്റവും വലിയൊരു ദൗർഭാഗ്യപരമായിട്ട് കൊൽക്കത്തയുടെ വഴി അടഞ്ഞിട്ടുണ്ടായിരുന്നത്. കാരണം ഒറ്റ മത്സരം മാത്രം. പക്ഷേ ആ പോയിന്റ് ഇനി ഒരിക്കലും മറ്റ് ടീമുകളെ അപേക്ഷിച്ചിട്ട് അതിലുപരിയുള്ള പോയിന്റുകൾ മറ്റ് ടീമുകൾക്കുണ്ട്. കാരണം 1ാം സ്ഥാനം RCBക്കാണ്, 2ാം സ്ഥാനം ഇപ്പോൾ ഗുജറാത്താണ് 2ാം സ്ഥാനത്ത് നിൽക്കുന്നത്, 3ാം സ്ഥാനത്ത് പഞ്ചാബ് നിൽക്കുന്നുണ്ട്, പിന്നെ മുംബൈ ഇന്ത്യൻസ്, ഡൽഹി ക്യാപിറ്റൽസ്, ഈ ടീമുകളെല്ലാം ഇപ്പോൾ കൊൽക്കത്തയെക്കാളും മുന്നിൽ നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി ഒരു മത്സരം ബാക്കിയുണ്ടെങ്കിലും കൊൽക്കത്ത എത്തില്ലെന്ന് ഉറപ്പായി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ കഴിഞ്ഞ സീസൺ അപേക്ഷിച്ചിട്ട് നല്ല മികച്ചൊരു പ്രകടനം തന്നെയായിരുന്നു കൊൽക്കത്ത കഴിഞ്ഞ സീസണിൽ നടത്തിയിട്ടുണ്ടായിരുന്നത്. അത് ശ്രേയസ് അയ്യർ അതിലൊരു നല്ല മികച്ച ക്യാപ്റ്റനായിരുന്നു, ഒരു വിന്നിംഗ് ക്യാപ്റ്റൻ എന്ന്. അത് ഈ സീസണിലാണെങ്കിൽ ശ്രേയസ് അയ്യർ പഞ്ചാബിലേക്ക് മാറിയതോടുകൂടി ആ പഞ്ചാബിൻ്റെ ഒരു വിജയത്തിന് തന്നെ ഒരു നിർണായക പങ്കിപ്പം വഹിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ കൊൽക്കത്ത ഈ കഴിഞ്ഞ സീസണെ അപേക്ഷിച്ചിട്ട് വളരെ ചുരുങ്ങിയ ഒരു മിക്ക മത്സരങ്ങളിലും ഒരു 6 തോൽവി ഉണ്ടായിരുന്നു ഫലം. 5 മത്സരം ജയിച്ചു, 6 തോൽവി. ഇതെല്ലാം തന്നെയായിരുന്നു കൊൽക്കത്തയുടെ വഴി അടച്ചിട്ടുണ്ടായിരുന്നത്. IPLൽ ഇന്നത്തെ മത്സരം മഴ മൂലം ഉപേക്ഷിച്ചതിനെ തുടർന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് പ്ലേ ഓഫ് കാണാതെ പുറത്തായിരിക്കുന്നു. AP സജിഷയാണ് സ്പോർട്സ് ഡെസ്കിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവച്ചത്.